അയ്യപ്പൻ എന്നാണ് ആനയുടെ പേര്. കൊല്ലത്ത് വെച്ച ആനയാണ്. ക്ഷേത്രോത്സവത്തിനെതിരെ അത് വിരണ്ടോടി അത് തൃശ്ശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂർ 2 കിലോമീറ്ററോളം ആന ഓടി. അതിനെ തളയ്ക്കാനുള്ള സകല ശ്രമങ്ങളും പരാജയപ്പെട്ട മണിക്കൂറുകൾക്കൊടുവിൽ വിരണ്ട ആന ഇപ്പോൾ തളച്ചു എന്നാണ് ഒരു ആശ്വാസ വാർത്ത. 1 മണിക്കൂറോളം പരിഭ്രാന്തി അത് പരത്തി. വീടുകളുടെ മതിലുകൾ, വാഹനങ്ങളൊക്കെ ആന തകർത്തു. ദൃശ്യങ്ങളിലേക്ക്, ചില പ്രതികരണങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ സഹകരിക്കുന്നു, നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിൽ ബേസിക്കലി ചെയ്യേണ്ടത് മയക്കുവെടി എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഡോക്ടർ വന്നിട്ട് അത് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഇവിടെ ഉണ്ട്, എലിഫന്റ് സ്ക്വാഡുകാരും ഉണ്ട്. നമ്മളിതിപ്പോൾ നാട്ടാനിയാണിത്. അപ്പോൾ അതിനൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ വനംവകുപ്പിന് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ലീഗൽ കൺട്രോൾ ഇല്ല. എന്നിരുന്നാലും നമ്മൾ സഹകരിക്കും. തെക്കേ ഗോപുരനടയിൽ കയറി അവിടെ നിന്ന് അത് പെട്ടെന്ന് അപ്പോൾ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയതാണ്. തൊഴിച്ച് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയ തെക്കേ ഗോപുരം നിന്ന് പടമെടുക്കാൻ നേരത്ത് അത് പെട്ടെന്ന് ഓടി. അപ്പോൾ ഞങ്ങളൊക്കെ ഓടി, ഞങ്ങൾക്ക് അത് നടന്നു പോണ വീഡിയോ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് അത് ഓടി പാലസ് റോഡ് വഴി വന്ന്, എൻ്റെ വീട് ചെമ്പൂക്കാവ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് അത് ചെമ്പൂക്കാവ് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോകുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിനെ തളയ്ക്കാൻ പറ്റിയത്. ധാരാളം വീടുകൾ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശാന്തമായി പോയിരുന്ന ആന തെക്കേ ഗോപുര നടയിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇടഞ്ഞ് ഓടുകയായിരുന്നു. അത് നേരെ പാലസ് റോഡ് വന്ന് അവിടെ നിന്ന് നേരെ ചെമ്പൂക്കാവ് വന്ന് അവിടുന്ന് ഗാന്ധിനഗർ റോഡിലേക്ക് ഇറങ്ങി ഇവിടെ കുറേ വീടുകളുടെ പറമ്പിക്കൊക്കെ ഓടി വീടുകളൊക്കെ നശിപ്പിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് അവസാനം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് വരേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ എലിഫന്റ് സ്ക്വാഡൊക്കെ തൃശ്ശൂർ നഗരം സംബന്ധിച്ച ആനകൾ കണ്ടുപോകാനുള്ള ഒരു നഗരമാണ്. സ്വാഭാവികമായിട്ട് എലിഫന്റ് സ്ക്വാഡൊക്കെ അതിവേഗം തന്നെ എത്തിച്ചേരേണ്ടതായിരുന്നു. പക്ഷേ നേരം വൈകിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് അതിനുവേണ്ട നഷ്ടപരിഹാരം കൃത്യമായിട്ട് മേടിച്ചു കൊടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആനയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. മസ്തകത്തിലാണ് മുറിവുകൾ. ചെവിയുടെ പിന്നിലും ചോരപ്പാട് കാണാം. അപ്പോൾ അത് ആന ഓടുന്നതിനിടയിൽ ടിൻഷീറ്റിൽ തട്ടി മുറിഞ്ഞതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ആനയെ വെള്ളത്തിൽ അങ്ങനെ കുളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ആന നനഞ്ഞു നിൽക്കുന്നുണ്ട്. ആനയ്ക്ക് ചൂട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചൂട് മറ്റ് തണുപ്പിക്കുക എന്നുള്ളതാണ് വെള്ളം ചീറ്റലിൻ്റെ ലക്ഷ്യം. ആ തണുപ്പിക്കൽ തൽക്കാലം വിജയം കണ്ടു എന്ന് വേണം കരുതാൻ. ആന ഇപ്പോൾ പൊതുവെ ശാന്തനാണ്. വാഴകൾക്ക് പിന്നിൽ ആന അവിടെ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. ആനയുടെ കാലുകൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാനും കഴിയുന്നത്. CSUമാരെ വിവരങ്ങളുമായി ചെയ്തു. ശ്രീത്ത്, ഈ ആനയെ അവിടുന്ന് എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ മയക്കോടി വെക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചന എന്താണ്, തീരുമാനം എന്താണ് ശ്രീത്ത്? അക്കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ആന ഏതാണ്ട് ശാന്തനാണ്. ആനയുടെ പാപ്പാൻ അടക്കമുള്ള ആളുകൾ ആനയെ പൂർണ്ണമായി തന്നെ തളച്ചു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ ഏതാണ്ട് 2-2.5 മണിക്കൂർ ഈ മേഖലയിൽ ഏതാണ്ട് സംഹാര താണ്ഡവം ആടിയ ശേഷമാണ് ആന കടന്നു പോയിട്ടുള്ളത്. നേരത്തെ BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വീട് ചെറൂർ ഭാഗത്താണ്. ആ ഭാഗത്ത് വീട് പണി നടക്കുകയായിരുന്നു. ആ വീട്ടിൽ കാർപ്പൻ്റർ ജോലി ചെയ്യാൻ വന്ന തൊഴിലാളികളുണ്ടായിരുന്നു. അവരുടെ 5 ബൈക്കുകൾ പൂർണ്ണമായി ആന ചവിട്ടി മറിച്ചിട്ടു എന്നാണ് പറയുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ MLA രാജൻ ജെ പല്ലൻകൂടി ചേരുകയാണ്. ആനയെ പൂർണ്ണമായി തളയ്ക്കാൻ നമുക്ക് കഴിഞ്ഞോ? ആനയെ തളച്ചിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് തളയ്ക്കുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കണം. അവിടെ എത്താൻ പറ്റിയിട്ടില്ല. ആനയെ തളച്ചിട്ടുണ്ട്. ഇത്ര നേരം ഒരു വൈകൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ആന അങ്ങനെ അക്രമാസക്തമാകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് വൈകൽ വരും. നമുക്ക് ജില്ലാ ഭരണകൂടം കുറച്ച് അതുണ്ട്. കുറച്ച് മാധ്യമപ്രവർത്തകരെ മന്ത്രി മുഖ്യ ജനീഷ് കൂടി 2.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറോളം സമയം അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വന്നിട്ടുള്ളൂ. അതിന് കാര്യങ്ങൾ കണ്ടതിന് ശേഷം നാശനഷ്ടങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ കണ്ടതിന് ശേഷം പറയാം. നാശനഷ്ടമല്ല, കുറച്ചധികം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മെല്ലപ്പൊക്കം ഉണ്ടായിരുന്നുള്ള ആക്ഷേപ ആളുകൾക്കുണ്ടോ? അല്ലാതെ അന്വേഷിക്കും, അത് പരിശോധിക്കും. അദ്ദേഹം OJ ജനീഷ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. CM-ആയിട്ട് ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ MLA ഉൾപ്പെടെ ആളുകൾക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടതിന് ശേഷം പറയാം. ആനയെ ഒന്ന് കാണട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ വലിയ തോതിൽ ആന ഇപ്പോൾ പൂർണ്ണമായി തളച്ചിട്ടുണ്ട്. ആനയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. ആന അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മന്ത്രി പറഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ 2.5 മണിക്കൂറാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ കുറച്ച് വരാൻ. പോലീസ് ഒരു മേഖലയിലുണ്ട്. പക്ഷേ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ എത്താൻ വളരെ വൈകി. നഗരത്തിലൂടെ ഒരു മേഖലയിലൂടെ മാറുന്ന സമയത്ത് പോകുന്ന ആണ് ആന ഇപ്പോൾ പൂർണ്ണമായി ശാന്തനാണ്. ആ സമയത്ത് എന്തായാലും പോലീസിന്റെയും അതുപോലെ തന്നെ ആളുകളിലേക്ക് ഒരു മന്ത്രി OJ ജനീഷ് അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മേഖലയിലെ മന്ത്രി കൂടിയാണ് OJ ജനീഷ്. അപ്പം എന്താ ഇവിടുന്ന് ആന അവിടെ നിൽക്കുകയാണ്. ആനയെ അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് മാറ്റുക എന്ന കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. മയക്കോടി വെക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ആന ഇപ്പോൾ ശാന്തനാണെന്ന് തോന്നുന്നുണ്ട്. നാട്ടാനയാണ്. കാട്ടാനയുടെ കാര്യത്തിൽ കാണിക്കുന്ന പ്രൊസീജിയർ നമ്മൾ നാട്ടാനയുടെ കാര്യത്തിൽ അങ്ങനെ നാട്ടാനയെ മയക്കോടി വെച്ച് ഏതെങ്കിലും വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്ന നമ്മുടെ ഓർമ്മയിലില്ല. അപ്പോൾ ആ പ്രൊസീജിയർ നാട്ടാനയ്ക്ക് ബാധകമാണോ? അതെങ്ങനെയാണ് നാട്ടാന ഇടഞ്ഞാൽ
അതിനെ അവിടെ നിന്ന് ഇപ്പോൾ മാറ്റാൻ കഴിയും. ഇപ്പോൾ പൂർണ്ണമായി നടത്തിക്കൊണ്ടു പോകാൻ, കാലിൽ കുച്ചുവലം കിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പരുവത്തിൽ ശാന്തനായിട്ടുണ്ടോ ആന എന്ന കാര്യം പറയേണ്ടത് വിദഗ്ധരാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്നും നേരത്തെ കണ്ട ദൃശ്യങ്ങളല്ല. നേരത്തെ ഇപ്പോൾ ഈ കാണുന്ന ആന വിരളി പൂണ്ട് എല്ലാ കാര്യങ്ങളും ഇളക്കി മറിച്ച് വീടുകളുടെ ഒക്കെ പാഞ്ഞെടുക്കുന്ന ആന ഇപ്പോൾ മാറിയിരിക്കുന്നു. ആന ചെവിയാട്ടിക്കൊണ്ട് സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ മതപ്പാടുള്ള ആന അല്ല എന്നാണ് പറയുന്നത്. എന്തോ കണ്ട് പേടിച്ചതാവണം എന്നാണ് പൊതുവിലയിരുത്തൽ. നേരത്തെ ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു. ഒരു ഫോട്ടോ എടുത്താൽ ആന അത്ര കണ്ട് വിരണ്ടു പോകേണ്ട കാര്യമുണ്ടോ എന്ന കാര്യം അറിയില്ല. അപ്പം മതപ്പാടുള്ള ആന അല്ല എന്നൊന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ട് ഭയന്നതാണെങ്കിൽ ഭയം മാറിയാൽ, പേടി മാറിയാൽ ആന ബാക്ക് ടു നോർമലിലേക്ക് എത്തുമോ എന്ന് പറയേണ്ടത് പാപ്പാനാണ്. പാപ്പാൻ അടക്കമുള്ള അവിടെയുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. DFO അവിടെയുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, പോലീസ് സംവിധാനം അവിടെയുണ്ട്. ഇവരൊക്കെ എത്തിയത് കുറച്ച് വൈകിയാണ് എന്നാലും ഉറപ്പായും പറയാം. നേരത്തെ മന്ത്രി OJ ജനീഷിനോട് ശ്രീ ശ്രീകുമാർ ആ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. വൈകി ജില്ലാ ഭരണകൂടം വൈകി എന്ന് പറഞ്ഞാൽ ഒരു നഗരകേന്ദ്രത്തെ വിറപ്പിച്ച് ഒരാന അങ്ങനെ വിരണ്ടോടി നിൽക്കുമ്പോഴേക്കും ആ വൈകൽ അംഗീകരിക്കാൻ കഴിയാത്ത വൈകലാണ്. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന കാര്യം പരിശോധിക്കുമെന്നാണ് മന്ത്രി OJ ജനീഷ് പറഞ്ഞത്. എന്തായാലും ആന അങ്ങനെ വെള്ളത്തിൽ കുളിച്ച് അല്പം ഒന്ന് ശാന്തനായി അവിടെ നിൽക്കുന്നുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ ശാന്തതയാണോ അത് എന്ന കാര്യം നമുക്കറിയില്ല. ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ആന എങ്ങനെയാണ് ജനവാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കൊണ്ട് പോവുക എന്ന കാര്യമൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.